സംസ്ഥാനത്ത് ഏറ്റവും വാശിയേറിയ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം പറവൂരാണ്. പ്രതിപക്ഷ നേതാവ് മത്സരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അവിടുത്തെ എതിർ സ്ഥാനാർത്ഥിയും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കയ്പമംഗലത്ത് നിന്ന് പറവൂർ പിടിക്കാൻ ഇടതുമുന്നണി ടൈസൺ മാസ്റ്ററെ ഇറക്കിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് പറവൂരിൻ്റെ ഒരു മനസ്സിപ്പോൾ? ഓരോ ദിവസം ചെല്ലുമ്പോഴും നല്ല ആത്മവിശ്വാസം ഉണ്ടാകുന്ന രീതിയിലാണ് ആളുകൾ പറയുന്നത്. ഞങ്ങൾ പണ്ട് പറവൂരിന് പുറത്ത് പറവൂരിനെ പറ്റി ചിന്തിച്ചിരുന്നത് ഒരുപാട് വികസനങ്ങൾ നടന്ന ഒരു പ്രദേശം എന്നുള്ള നിലയ്ക്കാണ്. പക്ഷേ ഇപ്പോൾ ഓരോ പഞ്ചായത്തിലും ഓരോ പ്രദേശത്തും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങാനും മറ്റ് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനും ഞങ്ങൾ പോകുമ്പോൾ എത്രയോ കാര്യങ്ങൾ ശ്രദ്ധയില്ലായ്മ കൊണ്ട് മാത്രം നടക്കാതെ പോയ ഒരു മണ്ഡലമായി നമ്മുടെ പറവൂർ മാറുകയാണ്. നിരവധിയായ വിഷയങ്ങളുണ്ട് ഓരോ സ്ഥലത്തും. ഇപ്പോൾ ഞങ്ങൾ പോയ ചെമ്മായം പാലം കണ്ടു. പാലം ആളുകൾ ഒരു ആയിരക്കണക്കിന് ആളുകൾ പോകുന്നതാണ്. ഞാനൊരു സെക്കൻഡ് നിൽക്കുമ്പോൾ തന്നെ എത്രയോ ടൂ വീലറാണ് അതിൽ പോകുന്നത്. അതിൽ ഓട്ടോറിക്ഷ പോയിരുന്നതാണ്. അവിടെ പാലത്തിൻ്റെ പ്രളയകാലത്ത് 2018 സംഭവിച്ചാണ്. ആ പാലത്തിൻ്റെ ബലക്ഷയം വന്ന് ഉപയോഗിക്കാൻ പറ്റി നേരത്തെ പഞ്ചായത്ത് കുറച്ചോളം തടസ്സപ്പെടുത്തിയിട്ട് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. യാത്ര ചെയ്യുന്നത് പോലും തടസ്സപ്പെടുത്തിയ സ്ഥിതി വന്നിട്ട് അതൊന്ന് പുനഃസൃഷ്ടിക്കാൻ അല്ലെങ്കിൽ ഒരു പുതിയ പാലം നിർമ്മിക്കാൻ കഴിയണ്ടേ? അത് വലിയ ഭാരപ്പെട്ട പണിയല്ല. അത് ചെയ്യുന്നില്ല. ഒരു ജല ശുദ്ധീകരണം ശാല സംബന്ധിച്ച് സംഭരണ ഇത് സംബന്ധിച്ച് ഞങ്ങൾ കാണാൻ പോയി വരാപ്പുഴയിൽ. അവിടെ നോക്കുമ്പോൾ കാലങ്ങൾ കുറേയായി നല്ല രീതിയിൽ അത് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എന്തില്ല, അവിടെ കണക്ഷൻ ഇല്ല. ഇതുവരെ ഒരു തുള്ളി വെള്ളം പോലും അതിൽ കയറിയിട്ടില്ല, ടാങ്കിൽ കയറിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇങ്ങനെയാണ് ഒരുപാട് വിഷയങ്ങൾ ഈ പറവൂരിൽ അഡ്രസ്സ് ചെയ്യാതെ പോകുന്നുള്ളൂ. എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് അത്ഭുതം തോന്നുകയാണ്. എനിക്ക് തോന്നുന്ന ഒരു ശ്രദ്ധയില്ലായ്മ കൊണ്ടാണ്. പണത്തിൻ്റെ ഒന്നും വിഷയമല്ല, ശ്രദ്ധയില്ലായ്മ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. UDFിൻ്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നൊരു മണ്ഡലം എന്നല്ല, പ്രതിപക്ഷ നേതാവ് ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പലതരത്തിലൊക്കെ ചർച്ചയൊക്കെ വരുന്ന ഒരാളാണ് മത്സരിക്കുന്നത്. സ്വാഭാവികം ആ മണ്ഡലത്തിൽ മാത്രമല്ല, അദ്ദേഹം ഇവിടെ കുറേ നാളായി നിൽക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് അത്തരം ആ വെല്ലുവിളികളെ അങ്ങ് മറികടക്കുന്നത്, ഇടതുമുന്നണി മറികടക്കുന്നത്? ഒന്നാമത് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഒരു മൂന്നാം ഭരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഉണ്ടാവുന്നു. അപ്പോൾ മറ്റൊരു മുഖ്യമന്ത്രി ഞങ്ങളുടെ മനസ്സിലേ ഇല്ല. അത് ആദ്യത്തെ പ്രശ്നം അവിടെയാണ്. രണ്ടാമത് ഇനി വളരെ സാങ്കല്പിക ലോകത്തിൽ സംഭവിച്ചാൽ പോലും അദ്ദേഹം ആകുമെന്ന് പറയുന്നവർ എത്ര പേരുണ്ടാവും? അപ്പോൾ നെവർ, അത്തരം ചിന്തയെ ഞങ്ങൾക്കില്ല. ഇവിടെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നം, മറ്റു മണ്ഡലങ്ങളിലെയും പ്രധാനപ്പെട്ട പ്രശ്നം വികസനം സംബന്ധിച്ചാണ്. ഇത്രമാത്രം രീതിയിൽ സർവ്വതല സ്പർശിയായി വികസനം നടക്കുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടേണ്ട മണ്ഡലമല്ലേ എവിടെ പറവൂർ? അതുണ്ടായോ? ഒന്ന് നിങ്ങൾ താലൂക്ക് ആശുപത്രി ഒന്ന് സന്ദർശിച്ചാൽ മതി. അടുത്തുള്ള നമ്മുടെ കോടതി, അതിൻ്റെ സമുച്ചയം അതൊന്നും നോക്കിയാൽ മതി. ഞങ്ങൾ പോയ ദിവസം സന്ദർശിച്ച സ്ഥലം ഒരാൾ ബാൻഡേജ് ഇട്ടിരിക്കുകയാണ്. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ വീണിട്ട്, കുഴിയിൽ വീണിട്ട്. കെട്ടിടം മാത്രമല്ല, നടക്കുന്ന പാത പോലും പ്രശ്നമാണ്. അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ സബ് ട്രഷറി ഇടിഞ്ഞ് വീണിട്ട് 8 വർഷം ഇപ്പോഴും അതിൻ്റെ ബോർഡുണ്ട്. ആ സബ് ട്രഷറി ഞാറക്കലേക്ക് പോയിന്ന് കേൾക്കുന്നു. പിന്നീട് അവിടെയുള്ള ഏതോ ഒരു ഓഫീസിനുള്ളിലേക്ക് PWD ഓഫീസിലേക്ക് വന്നു. ഒരു പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ നമുക്ക് എല്ലാ ജനപ്രതിനിധികൾക്കും ഒരു വർഷം 6 കോടി രൂപയാണ് കിട്ടുന്നത്. ഒന്ന് തീരുമാനിച്ചാൽ, അതിനെയും പറഞ്ഞു മനസ്സ് വെച്ചാൽ വളരെ കൃത്യമായിട്ടുള്ള IHRD കോളേജ് സംബന്ധിച്ച ആളുകൾ പറയുന്നുണ്ട്, എന്തിന് 8-10 കൊല്ലമായിട്ടുള്ളൊരു പാലം പണിതിട്ട് അതിൻ്റെ അപ്രോച്ച് റോഡില്ല. പാലമുണ്ട്, അപ്രോച്ച് റോഡില്ല. ആന വാങ്ങി തോട്ടിയില്ല നമ്മൾ സാധാരണ ഭാഷ. എന്താണ് അതിൻ്റെ? അതൊക്കെ ഇത് തന്നെയാണ് പ്രശ്നം, ശ്രദ്ധയില്ലായ്മയാണ് പ്രശ്നം. അപ്പോൾ എത്ര കൊല്ലം, 25 കൊല്ലമായോ അതിന് കൂടുതലായോ 10 കൊല്ലം, ഇതൊന്നുമല്ല പ്രശ്നം. ഉള്ള സമയത്ത് ഒരു ജനപ്രതിനിധിയായിരിക്കുന്ന സമയത്ത് അവർ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുണ്ടായില്ല എന്നുള്ള ഫീലിംഗാണ് ഓരോ ദിവസം കഴിയുന്തോറും ഞങ്ങൾക്ക് ലഭിക്കുന്നത്. മറ്റൊന്ന്, അങ്ങ് ഈ മണ്ഡലത്തിലെ രാഷ്ട്രീയ സാഹചര്യം മാത്രമല്ല, കയ്പമംഗലം മാത്രമല്ല, സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളാണ്. സ്വാഭാവികം വിലയിരുത്തുകയും ചെയ്യാറുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷം പ്രധാനമായി ഉയർത്തുന്ന ഒരു ഡീലാണ്. പറവൂർ ഏതെങ്കിലും തരത്തിലുള്ള ഡീലുണ്ടോ? എന്താണ് പറവൂരിൻ്റെ അത്തരമൊരു സാഹചര്യമൊക്കെ? നമ്മുടെ മുഖ്യമന്ത്രി ഇതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഡീലുണ്ടാവാൻ എല്ലാ സാധ്യതയുള്ള കക്ഷികളാണ് അപ്പുറത്തുള്ളവർ, സംശയം വേണ്ട. എന്ത് ഡീൽ ആദ്യം ഉയർത്തിയ ആർക്കെതിരായിട്ട്? ഞങ്ങൾക്കെതിരാണ്, ഇടതുപക്ഷ കക്ഷികൾക്കെതിരാണ്. ഏതെങ്കിലും ഒരാൾ വിശ്വസിക്കുമോ BJPയുമായൊരു ഡീലുണ്ടാവുന്ന കക്ഷികളാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ ആളുകളെന്ന്? നിസ്സംശയം ഞങ്ങൾ പറയുന്നു, ഇത്തരം ഡീലുണ്ടാക്കുന്നതിലും എല്ലാം മിടുക്കന്മാരാണ് അപ്പുറത്തുള്ളത്. എത്രയോ സംസ്ഥാന മുഖ്യമന്ത്രിമാർ, KPCC ഭാരവാഹികൾ, അതുപോലെ തന്നെ DCC ഭാരവാഹികൾ, ഉയർന്ന AICC ഭാരവാഹികൾ പോയത് എവിടേക്കാണ്? ഒരു ദിവസം ഇന്ന് നമ്മുടെ താവളത്തിൽ ഒരുമിച്ചിരുന്ന് പിറ്റേ ദിവസം അപ്പുറത്തേക്ക് പോകാൻ ഒരു മടിയില്ല. അത് ഏതെങ്കിലും പ്രസ്ഥാനത്തിലെ ആളുകൾ അങ്ങനെ പോയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമില്ലാത്ത സയാമീസ് ഇരട്ടകളെപ്പോലെ നിൽക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ഡീലിൻ്റെ കാര്യം പറഞ്ഞ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അലോസരപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. അതിലേറ്റവും നല്ലത് അങ്ങനെ നടത്താൻ കഴിയുന്ന കക്ഷികളിൽ അപ്പുറത്തുള്ളവർ തന്നെയാണ്.
ഏതായാലും വളരെ നല്ല രീതിയിൽ തന്നെ പ്രചരണം മുന്നോട്ടോടെ എല്ലാവിധ ആശംസകളും. പറവൂരിൽ നിന്നും ക്യാമറമാൻ ബിനു ഈശ്വരമംഗലത്തോടൊപ്പം കെ പ്രശാന്ത്, അമൃത ന്യൂസ്, കൊച്ചി.